ഓം ശാന്തി. രാജയോഗ മെഡിറ്റേഷനിലൂടെ അഷ്ടശക്തികളുടെ പ്രാപ്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. പക്ഷെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മെഡിറ്റേഷനിലൂടെ ഈ ശക്തികളുടെ പ്രാപ്തി ഉണ്ടാകണമെങ്കിൽ, മെഡിറ്റേഷൻ നമുക്ക് ശരിയായ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ശുദ്ധികൾ വേണം. ശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ഈശ്വരനുമായിട്ട് ശരിയായിട്ടുള്ള ലിങ്ക് കിട്ടുള്ളൂ. നമ്മൾ പറയില്ലേ, സാധാരണ പാത്രം അറിഞ്ഞ് ദാനം കൊടുക്കുള്ളൂ പറയും. അതേപോലെ സർവശക്തിവാൻ നിന്നുള്ള ദാനം, ഈശ്വരീയ ശക്തികളെ നമുക്ക് പ്രാപ്തമാക്കണം എന്നുണ്ടെങ്കിൽ ആ ഈശ്വരീയ ശക്തിയുടെ പ്രാപ്തി നമുക്കുണ്ടാകാൻ നമ്മുടെ പാത്രത്തിന് വേണ്ടുന്ന യോഗ്യത നമുക്ക് നമ്മുടെ ഉള്ളിൽ എല്ലാ അർത്ഥത്തിലുള്ള ശുദ്ധികൾ വേണം. അഷ്ടശക്തികൾ പോലെ അഷ്ടശുദ്ധികൾ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ്. ആ ശുദ്ധികളുടെ ആധാരത്തിലെ ഈശ്വരീയ ശക്തിയുടെ പ്രാപ്തി ഉണ്ടാകുള്ളൂ. അതായത് എത്ര ശുദ്ധി കുറവുണ്ടോ അത്ര ശക്തിയുടെ അപ്രാപ്തി ഉണ്ടാവും. അപ്പൊ സാധാരണ നമുക്കറിയില്ലേ, വിശേഷ വ്രതങ്ങള്, നോമ്പ്, ആ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാ ശുദ്ധികളും പാലിക്കും. എല്ലാ ശുദ്ധികളും. കാരണം എല്ലാവർക്കും അറിയാം, ഈശ്വരൻ എന്തെങ്കിലും പ്രാപ്തി ഉണ്ടാകണമെങ്കിൽ, പ്രത്യേകിച്ച് ഏതെങ്കിലും വിശേഷ തീർത്ഥാടന സമയം, വിശേഷ കാലഘട്ടത്തിൽ നമ്മൾ വിശേഷിച്ചും വ്രതം അനുഷ്ഠിക്കാറുണ്ട്, ശുദ്ധികൾ പാലിക്കാറുണ്ട്. എല്ലാ ശുദ്ധിയും പാലിക്കും അല്ലേ? ഭക്ഷണശുദ്ധിയും ചിന്തശുദ്ധിയും വാക്കിന്റെ ശുദ്ധിയും ഈവൻ ബ്രഹ്മചര്യം പോലും. കാരണം അറിയാം ഭക്തർക്കെല്ലാം ഭഗവാനിന് എന്തെങ്കിലും പ്രാപ്തി ഉണ്ടാകണമെങ്കിൽ നമുക്ക് ശുദ്ധി കൂടി മതിയാകുള്ളൂ. എവിടെ ശുദ്ധിയുണ്ടോ അവിടെ സുഖശാന്തി ഉണ്ടാവും. എവിടെ ശുദ്ധിയില്ലയോ അവിടെ അശാന്തിയും ദുഃഖവും തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പൊ നമ്മുടെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കുള്ള പ്രധാന കാരണം അശുദ്ധിയാണ്, ജീവിതത്തിലെ അപവിത്രതയാണ്. എപ്പോൾ നമ്മൾ അശുദ്ധമായ ജീവിതം ജീവിക്കാൻ തുടങ്ങിയോ അതിന് കാരണമാണ് നമുക്ക് ദുഃഖവും അശാന്തിയും വർദ്ധിക്കണേ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഫാക്റ്റാണത്. അതായത് നമുക്ക് എപ്പോഴാണോ ശുദ്ധിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും, ഓരോ കാര്യത്തിലും ശുദ്ധി പാലിക്കണം, പ്യൂരിറ്റി നമ്മളിലേക്ക് വരുന്ന അത്രത്തോളം പീസ് ആൻഡ് പ്രോസ്പെരിറ്റി നമുക്ക് ഉണ്ടാകുള്ളൂ. സുഖവും ശാന്തിയും സമ്പത്തും നമുക്ക് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ശുദ്ധികളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബേസ് ആയിട്ടുള്ള മനഃശുദ്ധിയാണ്. കാരണം മനസ്സുകൊണ്ടാണല്ലോ നമുക്ക് ഈശ്വരനെ ഓർമ്മിക്കേണ്ടത്. അതുകൊണ്ട് ഗീതയിൽ പറയാറുണ്ട്, മൻ മനാഭവ എന്നാ പറയണേ. മനസ്സുകൊണ്ട് തന്നെ ഓർമ്മിക്കുക. മനസ്സാണ് ഈശ്വരിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നത്. കാരണം വയർലെസ് സെറ്റാണല്ലോ മെഡിറ്റേഷനിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സാണ് സർവേശ്വരിലേക്ക് ഏകാഗ്രമാകുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പറയണ മൻ മനാഭവ. അർത്ഥം എന്താണ്? മനസ്സ് എന്നിൽ വെക്കൂ. മനസ്സ് ഈശ്വരിലേക്ക് വെക്കണമെങ്കിൽ, ഈശ്വരന്റെ സാന്നിധ്യം എന്റെ മനസ്സിൽ ഉണ്ടാകണമെങ്കിൽ, അപ്പൊ എന്റെ മനസ്സാകുന്ന ആ പാത്രം അഥവാ ഇരിപ്പിടം എത്രത്തോളം യോഗ്യമായിരിക്കണം. സർവശക്തിവാനുള്ള ഇരിപ്പിടം, പരമാത്മാവിനുള്ള ഇരിപ്പിടമായിട്ട് എൻ്റെ ഹൃദയം മാറണമെങ്കിൽ എത്ര ഹൃദയശുദ്ധി, മനഃശുദ്ധി നമുക്ക് വേണം. എൻ്റെ കഥയിൽ കാണിക്കില്ലേ, ഹനുമാന്റെ മാറിടം പിളരുമ്പോൾ രാമന്റെ ചിത്രം കാണിക്കാറുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ഭക്തന്റെ ഹൃദയത്തില് ഭഗവാൻ കുടികൊള്ളണോ. അപ്പൊ എത്രത്തോളം ഭക്തന്റെ ഹൃദയശുദ്ധി ഇമ്പോർട്ടന്റ് ആണ്, മനഃശുദ്ധി നമുക്ക് എത്രത്തോളം വേണം എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കണേ. അപ്പൊ നമ്മുടെ ഉള്ളില് മനസ്സിന്റെ ശുദ്ധി അർത്ഥം വിചാരങ്ങളുടെ ശുദ്ധി, സങ്കല്പങ്ങളുടെ ശുദ്ധി. നമ്മുടെ ഓരോ വിചാരങ്ങളും നമുക്ക് നമ്മളെ പ്രതിയും മറ്റുള്ളവരെ പ്രതിയും, ആര് എങ്ങനെയുള്ളവരാണെങ്കിലും സർവരെയും പ്രതിയുള്ള നമ്മുടെ വിചാരങ്ങള്, കാര്യങ്ങളെ പ്രതിയും വ്യക്തികളെ പ്രതി ആയിക്കോട്ടെ, നമ്മളുടെ ഓരോ സങ്കല്പങ്ങളും എപ്പോഴാണോ ശുഭമാകണേ, ഓരോ സങ്കല്പവും ശുഭവും ശുദ്ധവും ശ്രേഷ്ഠവുമാകണേ, അപ്പോഴാണ് മനഃശുദ്ധി ഉണ്ട് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലൂടെ കടന്നുപോകുന്ന വിചാരങ്ങളുടെ ക്വാളിറ്റി എന്താ? രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങും വരെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലൂടെ എന്തെല്ലാമാ കടന്നു പോണേ? എങ്ങനെയുള്ള ചിന്തകളുടെ തിരമാലകളാണ് നമ്മുടെ മനസ്സാകുന്ന സാഗരത്തില് അലയടിച്ചുകൊണ്ടിരിക്കണേ? അവരവർക്കറിയാം. അതിലെത്ര വേസ്റ്റ് ഉണ്ട്, എത്ര നെഗറ്റീവ് തോട്ട് വരുന്നുണ്ട്, എത്ര പോസിറ്റീവ് തോട്ട് വരുന്നുണ്ട് അല്ലെ, എത്ര പ്യുവർ തോട്ട് വരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് മാത്രമേ നമ്മുടെ പാത്രത്തിന് യോഗ്യതയുള്ളൂ എന്നർത്ഥം. കാരണം മനസ്സിലെ സങ്കല്പം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനസ്സെന്ന് പറയുന്നതാണ് ബീജം. ആ സങ്കല്പത്തിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് മാത്രമേ നമ്മുടെ ലൈഫിന് ക്വാളിറ്റി ഉണ്ടാകുള്ളൂ. സങ്കല്പമാകുന്ന ബീജത്തിൽ നിന്ന് ജന്മം എടുക്കുന്ന വൃക്ഷമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ജീവിതമാകുന്ന വൃക്ഷത്തിന്റെ ഫലം
ഏത് നിലവാരത്തിലുള്ളതാകണം, ഫ്രൂട്ട് ഏത് നിലവാരത്തിലുള്ളതാകണം, അത് തീരുമാനിക്കുന്നത് നമ്മുടെ ചിന്തകളുടെ ക്വാളിറ്റിയാണ്. അതാണ് ക്വാളിറ്റി ഓഫ് ലൈഫിന്റെ ആധാരം. ഒരു വ്യക്തിയുടെ സങ്കല്പത്തിന്റെ ക്വാളിറ്റി ഉയർന്ന നിലവാരം, അതായത് പോസിറ്റീവ് ആൻഡ് പ്യുവർ തോട്ട്സ് ജാസ്തി ഉണ്ടെങ്കിൽ വ്യക്തിയുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി ഉയർന്നതായിരിക്കും. അതേസമയം ആരുടെ ക്വാളിറ്റി ചിന്തയുടെ വളരെ താഴ്ന്നതാണോ, നെഗറ്റീവ് ആൻഡ് വേസ്റ്റ് തോട്ട് ഏറ്റവും കൂടുതൽ വരുന്നു, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ താഴ്ന്നതായിരിക്കും. ടെൻഷനും അശാന്തി അസ്വസ്ഥതകളും വളരെ താഴ്ന്ന നിലവാരത്തിലേക്ക്, കോംപ്ലക്സും എല്ലാം നടന്നുകൊണ്ടിരിക്കും ജീവിതത്തിൽ. അതുകൊണ്ട് ഏറ്റവും പ്രധാനമാണ് നമ്മുടെ വിചാരങ്ങളുടെ മേലെ, ഞാൻ എൻ്റെ മനസ്സിന് മേലെ ശ്രദ്ധ വയ്ക്കുക. അതായത് ചിന്തിക്കുന്നത് എന്താണെന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. പണ്ട് പറയില്ലേ, കർമ്മം ചെയ്യണത് ചിന്തിച്ചിട്ട് വേണം. പക്ഷെ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട എന്ത് വിചാരങ്ങളാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നതെന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കണം. ആ രീതിയിൽ അറ്റൻഷൻ വെച്ചാലേ എനിക്ക് എൻ്റെ ചിന്തകളുടെ മേലെ നിയന്ത്രണം കൊണ്ടുവരും. ചിന്തിക്കാതിരിക്കുക എന്നുള്ളതല്ല, മനസ്സിന്റെ വിശേഷതയാണ് ചിന്ത വരും. പക്ഷെ എന്ത് ചെയ്യുക? രാജയോഗ മെഡിറ്റേഷനിൽ നമുക്ക് ഭഗവാൻ നൽകുന്ന തിരിച്ചറിവ് അതാണ് ഈശ്വരൻ. അതായത് വിചാരങ്ങളുടെ ഗതിയെ നമുക്ക് മാറ്റിവിടാം. നെഗറ്റീവ് തോട്ടിനെ പോസിറ്റീവ് ആക്കുക, വേസ്റ്റ് തോട്ടിന്റെ സ്ഥാനത്ത് ബെസ്റ്റ് തോട്ട് കൊണ്ടുവരിക. ഈ പോസിറ്റീവ് ചാനലൈസേഷനാണ്, വിചാരധാരയെ പോസിറ്റീവായിട്ടുള്ള ഒരു ചാനൽ കാണിച്ചു കൊടുക്കുക. അതാണ് രാജയോഗ മെഡിറ്റേഷൻ. അതാണ് മനഃശുദ്ധിയുടെ ആധാരം. അപ്പൊ ശുദ്ധമായ വിചാരങ്ങള് നമ്മുടെ മനസ്സിനെ, ഹൃദയത്തെ ശുദ്ധമാക്കുമ്പോൾ അവിടെ പരമാത്മ സ്മൃതി സഹജമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഏതുവരെ അശുദ്ധി നമ്മുടെ ഉള്ളിലുണ്ടോ അവിടെ ഈശ്വരീയ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റില്ല. ബാക്കി നമ്മൾ എത്ര ഈശ്വരന് ചെയ്താലും എന്തെല്ലാം നമ്മൾ പറഞ്ഞാലും പക്ഷെ ഉള്ളിൽ ശുദ്ധിയില്ലെങ്കിൽ, വിചാരങ്ങളിൽ ശുദ്ധിയില്ലെങ്കിൽ, സദാ നമുക്ക് മറ്റുള്ളവരെ പ്രതിയും നമ്മളെ പ്രതിയും താഴ്ന്ന ചിന്തകളാണെങ്കിൽ, അശുഭ ചിന്തകളാണെങ്കിൽ, നെഗറ്റീവ് വിചാരങ്ങളാണെങ്കിൽ, പുറമേ നമ്മൾ എത്ര നല്ല ആളാണെങ്കിലും ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ അഴുക്കാണെങ്കിൽ, ഭാവം നമ്മൾ പറയില്ലേ അകത്തൊന്ന് പുറത്തൊന്ന്. അപ്പൊ ഉള്ളില് അഴുക്കുണ്ടെങ്കിൽ, അശുദ്ധി ഉണ്ടെങ്കിൽ, വിചാരത്തില് അശുദ്ധി ഉണ്ടെങ്കിൽ, അശുഭം ഉണ്ടെങ്കിൽ, നെഗറ്റീവ് ഉണ്ടെങ്കിൽ, വേസ്റ്റ് ഉണ്ടെങ്കിൽ, ജീവിതം എപ്പോഴും താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. ജീവിതത്തിന്റെ ഉയർച്ചയുടെ ആധാരം ചിന്തകളുടെ ശ്രേഷ്ഠതയായിരിക്കുന്നത് പോലെ രാജയോഗ മെഡിറ്റേഷനിലൂടെ നമുക്ക് ഈശ്വരീയ ശക്തി അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ, ഈശ്വരനുമായിട്ട് ലിങ്ക് കിട്ടണമെങ്കിൽ, യോഗം കിട്ടണമെങ്കിൽ മനഃശുദ്ധി ഏറ്റവും പ്രധാനം. അതേപോലെ നമ്മുടെ രണ്ടാമത്തെ ശുദ്ധിയാണ് വാക്കുകളുടെ വാക്ശുദ്ധി. വാക്ശുദ്ധിയർത്ഥം നമ്മൾ വാക്കുകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്നതാ. ആശയവിനിമയത്തിലൂടെ ഒന്ന് നമ്മുടെ വാക്കുകൾക്ക് സ്പഷ്ടത ഉണ്ടാകണം, ശുദ്ധി ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് സ്പഷ്ടമായി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. നമ്മുടെ ആന്തരിക ഭാവത്തെ മറ്റുള്ളവരുടെ അടുത്തേക്ക് കൺവേ ചെയ്യാനാണ് ശബ്ദം സഹായിക്കുന്നത്. അപ്പൊ എത്ര സ്പഷ്ടത, വ്യക്തത നമ്മുടെ വാക്കുകൾക്കുണ്ടോ അത്രത്തോളമേ നമ്മുടെ യഥാർത്ഥ ഭാവത്തെ മറ്റുള്ളവരിലേക്ക് നമുക്ക് അറിയിക്കാൻ കഴിയുള്ളൂ, നമുക്ക് കൈമാറാൻ കഴിയുള്ളൂ നമ്മുടെ ഭാവത്തെ. അല്ലെ, സങ്കല്പങ്ങളാണ് വാക്കുകളായിട്ട് രൂപാന്തരപ്പെടുന്നത്. ആ വാക്കുകള് ശബ്ദത്തിന്റെ രൂപത്തിൽ മറ്റുള്ളവരുടെ അടുത്ത് പോയി അവരുടെ ആ ശബ്ദം നമ്മളിൽ നിന്ന് കേട്ടിട്ട് അവരുടെ ഉള്ളിൽ അത് വിചാരങ്ങളായിട്ട്, സങ്കല്പമായിട്ട് വന്ന് അവരതിനെ ക്യാച്ച് ചെയ്യണം. അപ്പൊ എത്രത്തോളം വാക്കുകളിൽ വ്യക്തത ഉണ്ടാവണം, സ്പഷ്ടത ഉണ്ടാവണം, വാക്ശുദ്ധി ഉണ്ടാവണം. അപ്പോ വാക്കുകള് ഇങ്ങനെയുള്ളതായിരിക്കണം. വാക്ശുദ്ധിയെ കുറിച്ച് പറയുന്നത് മൃദുവായി സംസാരിക്കും, മീൻസ് സോഫ്റ്റ് ആയിരിക്കണം വാക്കുകള്. അതേപോലെ കുറച്ച് സംസാരിക്കും, ശബ്ദങ്ങളുടെ എണ്ണം കുറവും, കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ സ്പഷ്ടത. അതാണ് വാക്ശുദ്ധിയുടെ ആധാരം. മധുരമായി സംസാരിക്കൂ പറയും, അതായത് സ്വീറ്റ് ആയിരിക്കണം. മറ്റുള്ളവർക്ക് കേൾക്കുമ്പം ആ വാക്കുകൾ ഇത്രയും സൂത്തനിങ് ആയിരിക്കണം. മാധുര്യം അർത്ഥം അത്രയും സ്വീറ്റ് ആയിരിക്കണം, സുഖം കൊടുക്കണം മറ്റുള്ളവർക്ക്. നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് സുഖവും ശാന്തിയും സന്തോഷവും ഊർജ്ജസ്വലതയും നൽകണം. അതായത് നമ്മുടെ വാക്കുകൾ ഒരിക്കലും കല്ല് പോലെയുള്ളതോ അമ്പ് പോലെയുള്ളതോ ആകരുത്. എത്രത്തോളം വാക്കുകൾ കല്ല് പോലെയുള്ള കൂർത്തതാണോ അത് മറ്റുള്ളവരുടെ ഉള്ളിൽ വേദന ഉണ്ടാക്കും. അമ്പ് പോലെയുള്ള വാക്കുകൾ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ തറയ്ക്കും, അത് മറ്റുള്ളവരുടെ ഹൃദയത്തെ തകർക്കും. അവിടെ പറയാറുണ്ട് നാക്കിന് എല്ലില്ല, പക്ഷെ ഈ നാക്കിന് മറ്റുള്ളവരുടെ എല്ലുകളെ തകർക്കാൻ പറ്റുമെന്ന് പറയും. അതിന്റെ അർത്ഥം എന്താണ്? വാക്കുകൾ എങ്ങനെയുള്ളത് ഉപയോഗിക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് വാക്കുകളിലൂടെ ഒരാൾക്ക് സാന്ത്വനവും കൊടുക്കാം. ഇതേ വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് മറ്റുള്ളവരുടെ സമാധാനത്തെ നശിപ്പിക്കാനും കഴിയും. അതുകൊണ്ട് എത്രത്തോളം നമ്മൾ മറ്റുള്ളവർക്ക് സുഖം കൊടുക്കുന്നോ, നമ്മുടെ വാക്കുകളിലൂടെ ശാന്തി നൽകണോ, മറ്റുള്ളവരുടെ ജീവിതത്തിന് ശക്തി പകരുന്നോ, ഉന്മേഷ ഉത്സാഹവും പകരുന്നോ, അതിനനുസരിച്ച് നമ്മുടെ ഉന്മേഷ ഉത്സാഹവും ശക്തിയും വർദ്ധിക്കും.
എത്രത്തോളം നമ്മുടെ വാക്കുകളിലൂടെ മറ്റുള്ളവർക്ക് നമുക്ക് ദുഃഖം കൊടുക്കുന്നു, നമ്മൾ അശാന്തി ഉണ്ടാക്കുന്നു, മറ്റുള്ളവരുടെ ഹൃദയത്തെ അസ്വസ്ഥപ്പെടുത്തുന്നു, അതിന് റിട്ടേൺ ആയിട്ട് എനിക്ക് ദുഃഖവും അശാന്തിയും അസ്വസ്ഥതയും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ ക്രൂരമായ വാക്കുകൾ പറഞ്ഞാൽ, അമ്പ് പോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ തിരിച്ചെനിക്ക് എവിടുന്നെങ്കിലും അമ്പ് പോലെയുള്ള കല്ല് പോലെയുള്ള വാക്കുകൾ തീർച്ചയായിട്ടും തിരിച്ചു കിട്ടും. കർമ്മ നിയമമാണ്. അപ്പം അതുകൊണ്ട് മെഡിറ്റേഷൻ്റെ ആധാരം വാക്ശുദ്ധിയാണ്. കാരണം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഈശ്വരിലേക്ക് ഏകാഗ്രമാകണമെങ്കിൽ സർവർക്കും നമ്മളെ പ്രതിയും ശുഭവിചാരങ്ങൾ വരണം, ശ്രേഷ്ഠ വിചാരം. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സങ്കല്പങ്ങൾ നമ്മളെ പ്രതി എത്ര നെഗറ്റീവ് ആകണം, അതിൻ്റെ നെഗറ്റീവ് വൈബ്രേഷൻസ് നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നാൽ അതും നമ്മുടെ ഓർമ്മയുടെ യാത്രയെ മെഡിറ്റേഷന് തടസ്സമായിട്ട് മാറും. അപ്പോൾ നമ്മൾ രാവിലെ വീട്ടിൽ വഴക്കിട്ടു, ഹസ്ബൻഡും വൈഫും, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഉരസലായി, അത് കഴിഞ്ഞ് നമ്മൾ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ് ഒരാൾ. അപ്പോൾ അടുത്ത വീട്ടിലിരുന്നുകൊണ്ട്, അപ്പൊ ഹസ്ബൻഡ് പോവാന്നിരിക്കട്ടെ പുറത്തേക്ക്, പക്ഷെ വൈഫ് ചിന്തിച്ചോണ്ടേയിരിക്കും, നാലും എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, നാലും എന്നോട് അങ്ങനെ പറഞ്ഞു, എന്നോട് അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ പെരുമാറിയില്ലേ. ആ മനോവേദന എത്ര സമയത്ത് അവർക്കുണ്ടാകണോ, ഹസ്ബൻഡ് ഏത് സ്ഥലത്തേക്ക് ജോലിക്ക് പോയോ അവരുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവ് വൈബ്രേഷൻസ്, ദുഃഖത്തിന്റെ വൈബ്രേഷൻ അദ്ദേഹത്തിന്റെ പിന്നാലെ പോകും. അദ്ദേഹം ചിലപ്പം പറഞ്ഞിട്ട് രാവിലെ ചീത്ത പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയതിന് ശേഷം മറന്നിട്ടുണ്ടാവും, പക്ഷെ ഈ വൈബ്രേഷൻസ് അദ്ദേഹത്തിന്റെ പിന്നാലെ തരംഗങ്ങൾ സഞ്ചരിക്കും. ആ നെഗറ്റീവ് വൈബ്രേഷൻസ് അദ്ദേഹത്തിന്റെ പല കാര്യങ്ങൾക്കും മുടക്കം ഉണ്ടാക്കാൻ കഴിയും. ചിലപ്പോൾ സമയത്തിന് ബസ് കിട്ടില്ല, വിചാരിച്ച ബസ്സിൽ പോകാൻ പറ്റണമെന്നുണ്ടാവില്ല, ഓഫീസിൽ ചെന്നാലും വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം നെഗറ്റീവ് വൈബ്രേഷൻസ് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഫീലിംഗ് തന്നുകൊണ്ടിരിക്കുക, അസ്വസ്ഥതകൾ, വിഘ്നങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടേ, മറ്റുള്ളവർക്ക് നമ്മളെ പ്രതി ശുഭവിചാരം ഉണ്ടാകണമെങ്കിൽ അതിനെ നമ്മൾ ആശീർവാദം എന്ന് പറയാം. നമുക്ക് എല്ലാവരുടെയും ആശീർവാദം വേണം, നമ്മുടെ കൂടെയുള്ളവരുടെ, മുതിർന്നവരുടെ, താഴെയുള്ളവരുടെ, നമ്മൾ ആരുടെ കൂടെ ഇടപഴകുന്ന ഓരോരുത്തരിൽ നിന്നും ശുഭസങ്കല്പങ്ങൾ, ശുഭവിചാരങ്ങൾ, അതാണ് നമുക്ക് ഊർജം തരുന്നത്. അത് നമ്മുടെ കാര്യങ്ങളെ നിർവിഘ്നം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. അതുകൊണ്ട് വാക്കുകൾ നമ്മൾ വളരെ 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 ആലോചിച്ച് ഉപയോഗിക്കണം. ഈവൻ നമ്മുടെ കുഞ്ഞുങ്ങളോടാണെങ്കിൽ പോലും വളരെ മര്യാദപൂർവ്വമുള്ള ശബ്ദങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. കുട്ടികൾക്കും ബഹുമാനം കൊടുക്കുന്ന തരത്തിൽ, അവരെ റെസ്പെക്ട് ചെയ്യുന്ന തരത്തിൽ, സ്നേഹം കൊടുക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കണം. അപ്പോഴേ കുട്ടികൾ നാളെ നമുക്ക് സ്നേഹവും റെസ്പെക്റ്റും തരുള്ളൂ. ഇന്ന് നമ്മൾ കുട്ടികൾക്ക് റെസ്പെക്ട് കൊടുത്തില്ലെങ്കിൽ നാളെ അവർ വളർന്നു വരുന്ന സമയത്ത് നമുക്ക് മക്കൾ അച്ഛനമ്മമാർക്ക് തരില്ല ഒരിക്കലും. ഇന്ന് പ്രത്യേകിച്ചും കുട്ടികളായിരിക്കുമ്പോൾ മുതലേ തരില്ല. കാരണം നമ്മൾ കൊടുക്കണതേ നമുക്ക് കിട്ടുള്ളൂ. അത്രയും അറ്റൻഷൻ നമുക്ക് വേണം. നമ്മൾ എങ്ങനെയുള്ള ശബ്ദങ്ങൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്നോ കുട്ടികൾ അത് പിടിച്ചു വെക്കും, ക്യാച്ച് ചെയ്യും. അതേ ശബ്ദങ്ങൾ അവർ ഉപയോഗിക്കാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ അറ്റൻഷൻ വെക്കണം, നമ്മുടെ ഓരോ വാക്കുകളുടെ മേലെ ശ്രദ്ധ വേണം. നമ്മുടെ മെഡിറ്റേഷനിൽ വാക്ശുദ്ധി ഏറ്റവും പ്രധാനം തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങളുടെ ശുദ്ധി, കർമ്മശുദ്ധി, അതായത് ഈ ശരീരത്തിലെ ഏത് ഇന്ദ്രിയങ്ങളിലൂടെ എന്ത് കർമ്മം ചെയ്യുന്നു. ആത്മാവ് രാജാവാണ്, കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നു. അപ്പൊ ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ എന്ത് കർമ്മങ്ങളാണോ നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കണേ, ആ കർമ്മങ്ങള്, ഓരോ കർമ്മങ്ങളിലും ഓരോ തരത്തിലുള്ള സ്വഭാവ വിശേഷതകൾ, അതായത് ഓരോ കർമ്മത്തിന് അതിൻ്റെതായ ശുദ്ധി ഉണ്ടായിരിക്കണം. അപ്പൊ ആ കർമ്മശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ആ കർമ്മത്തിന് നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് തരാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഈ കണ്ണിന്റെ ശുദ്ധി എന്താണ്? ഈ കണ്ണ് കാണേണ്ട കാര്യം മാത്രം കാണുക, അപ്പോഴേ ഈ കണ്ണ് അതിന്റെ ധർമ്മം പാലിക്കുന്നുള്ളൂ. ഈ കൈകൊണ്ട് ചെയ്യേണ്ടത് മാത്രം ചെയ്യാം. ഇപ്പൊ ഈ കൈകൊണ്ട് എനിക്ക് ഒരാൾക്ക് ആശീർവാദവും കൊടുക്കാൻ കഴിയും, എനിക്ക് ഒരാളെ തല്ലാൻ കഴിയും, ഒരാൾക്ക് സാന്ത്വനം കൊടുക്കാൻ കഴിയും. എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക, എന്റെ മനസ്സ്, അതാണ് ഇതിന്റെ ആധാരം. കൈ ആശീർവാദവും കൊടുക്കില്ല ഒറ്റയ്ക്ക്, ഈ കൈക്ക് സാന്ത്വനവും കൊടുക്കാൻ കഴിയില്ല, ഈ കൈക്ക് തല്ലാനും പറ്റില്ല. ഇത് ചെയ്യുന്നതാരാണ്? ഞാനാണ്, ആത്മാവാണ്. ആത്മാവിന്റെ ആജ്ഞയാണ് ഈ കൈ പാലിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആത്മാവ് മനസ്സിൽ നിന്ന്, നമ്മുടെ ഉള്ളിൽ നിന്ന് എങ്ങനെയുള്ള സങ്കല്പങ്ങൾ ഓർഡർ കിട്ടുന്നു അതിനനുസരിച്ച് ഈ കർമ്മേന്ദ്രിയം പ്രവർത്തിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഓരോ കർമ്മേന്ദ്രിയങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ കർമ്മേന്ദ്രിയങ്ങളിലൂടെയും നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും എത്രത്തോളം ശ്രേഷ്ഠ കർമ്മമാണോ, ആ ശ്രേഷ്ഠ കർമ്മത്തിന്റെ ഫലം നമ്മുടെ അടുത്തേക്ക് ശ്രേഷ്ഠതയായിട്ട് തിരിച്ചു വരും. നമ്മൾ പറയാറില്ലേ, വിതയ്ക്കുന്നതേ കൊയ്യൂ. ശ്രേഷ്ഠ കർമ്മത്തിൽ നിന്ന് ശ്രേഷ്ഠ ഫലം കൊയ്തെടുക്കാം. ആ ശ്രേഷ്ഠ ഫലമാണ് നമുക്ക് ജീവിതത്തിൽ സുഖശാന്തി നൽകണേ. എന്ത് ദുഃഖശാന്തി ഉണ്ടായിക്കൊണ്ടിരിക്കണോ അതും നമ്മുടെ തന്നെ വിധയുടെ ഫലമാണ്. അതുകൊണ്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ സഹജമായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ഏകാഗ്രമാകണമെങ്കിൽ രാവിലെ മുതൽ വൈകുന്നത് വരെ നമ്മുടെ ഫുൾ ഡേ ദിനചര്യയില് നമ്മൾ ഈ ഓരോ കർമ്മേന്ദ്രിയങ്ങളിലൂടെ എന്തെന്ത് കർമ്മം ചെയ്തു
രാവിലെ ഉണർന്നത് മുതൽ രാത്രി ഉറങ്ങും വരെ ഓരോ കർമ്മേന്ദ്രിയങ്ങളും എങ്ങനെയുള്ള പെരുമാറ്റമാണ്, എങ്ങനെയുള്ള കർമ്മങ്ങളാണ് ഇതിലൂടെ നമ്മൾ കാഴ്ചവെച്ചത്. ഓരോ കർമ്മത്തിനും നമ്മുടെ മനസ്സുമായിട്ട് ബന്ധമാണ്. ഇതേ മനസ്സുകൊണ്ടാ പിന്നെ നമ്മൾ ഇരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യണ്ടേ. അപ്പൊ എങ്ങനെയുള്ള കർമ്മം ചെയ്തോ അതിന്റെ ഇമ്പാക്റ്റ്, അതിന്റെ ഇംപ്രിൻസ് മനസ്സിൽ പതിയുന്നത് കാരണം നമ്മുടെ കർമ്മശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ മനസ്സ് വളരെ സഹജമായി ഈശ്വരന്റെ അടുത്തേക്ക് പോകുള്ളൂ. അതുകൊണ്ട് ഫുൾ ഡേ ദിനചര്യയിൽ കർമ്മത്തിൽ അറ്റൻഷൻ നമുക്ക് വേണം. ആ കർമ്മശുദ്ധി ഉണ്ടെങ്കിലേ നമ്മൾ വൈകുന്നേരം ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെ അതിരാവിലെ ഇരുന്നിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. ആ സമയത്ത് നമുക്ക് മെഡിറ്റേഷന്റെ പ്രാപ്തി ഉണ്ടാകുള്ളൂ. അതിരാവിലെ ബ്രഹ്മ മുഹൂർത്തം പോലെ വളരെ നല്ല സമയമാണ് സായം സന്ധ്യാസമയം. സാധാരണ വിളക്ക് വയ്ക്കുക, പ്രാർത്ഥിക്കുന്ന ഒരു ടൈമുണ്ടല്ലോ, വൈകുന്നേരം 6-നും 8-നും ഇടയിലുള്ള സമയം. അത് വളരെ നല്ല സമയമാണ്. അപ്പോഴും നമുക്ക് അതിരാവിലത്തെ പോലെ മെഡിറ്റേഷന് പറ്റിയ ടൈമാണ് ആ സമയം. പക്ഷെ ആ സമയം മനസ്സ് ഈശ്വരിലേക്ക്, സന്ധ്യാസമയത്ത് ഇരുന്ന് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മനസ്സ് സർവശക്തിവാനിലേക്ക് ഏകാഗ്രമാകണമെന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകുന്നവരെ ഉണ്ടായിരുന്ന എൻ്റെ കർമ്മത്തിലെ ശുദ്ധി എത്രയുണ്ടോ അത്രത്തോളം മനസ്സ് ഈശ്വരിലേക്ക് ഏകാഗ്രമാകുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ശുദ്ധി ഏറ്റവും പ്രധാനമാണ്. കാരണം ആത്മാവ് എവിടെ ഇരിക്കണേ? ഈ ശരീരമാകുന്ന ക്ഷേത്രത്തില് മൂർത്തിയാണ് ആത്മാവ്, അല്ലേ? ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ ഇരുന്നുകൊണ്ട് വേണം ഈ മൂർത്തിക്ക്, ഇവിടെ ഇരുന്നുകൊണ്ട് വേണം സർവേശ്വരനെ ഓർമ്മിക്കാൻ. അവിടെ ഇരിക്കുന്ന ഈശ്വരന്റെ ഓർമ്മ ഇവിടെ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യണേ. അപ്പൊ ഈ മൂർത്തിക്ക് സർവേശ്വരനുമായിട്ട് കണക്ഷൻ കിട്ടണമെങ്കിൽ മനസ്സിന്റെ ശുദ്ധി പോലെ തന്നെ ആത്മാവ് മൂർത്തി ശുദ്ധമായിരിക്കണം എന്നുള്ളത് പോലെ തന്നെ മൂർത്തി ഇരിക്കുന്ന ഈ ക്ഷേത്രവും ക്ലീൻ ആയിരിക്കണം. ശരീരത്തെയും നമ്മൾ ദിവസവും കുളിപ്പിക്കണം. അത് രാവിലെ എഴുന്നേറ്റ് ആദ്യം നമ്മൾ കുളിക്കണം. കുളിച്ചതിന് ശേഷം മാത്രമേ, ശരീരത്തെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഫ്രഷ് ആയിട്ടുള്ള ഡ്രസ്സ് നമ്മൾ ധരിച്ചതിന്, തലേ ദിവസം ഇട്ട് കിടന്നുറങ്ങിയ ഡ്രസ്സ് നമ്മൾ പിറ്റേ ദിവസം ഉപയോഗിക്കാൻ പാടില്ല. ഫ്രഷ് ആയിട്ടുള്ള ശുദ്ധമായ അഴുക്കില്ലാത്ത വസ്ത്രം നമ്മൾ ഉപയോഗിക്കണം. ശരീരത്തെ കുളിപ്പിച്ച് വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ കർമ്മങ്ങളിലേക്ക് കടക്കാൻ. അതിരാവിലെ എഴുന്നേറ്റ് ആദ്യം മെഡിറ്റേഷന് മുമ്പേ കുളിക്കാൻ പറ്റുന്നെങ്കിൽ ഏറ്റവും നല്ലത് കുളിച്ചിട്ടിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുക. അഥവാ ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 4 മണിക്ക് എഴുന്നേറ്റ് കുളിക്കണം എന്നില്ല. കൈകാൽ മുഖം കഴുകി ബ്രഷ് ചെയ്തതിന് ശേഷം ഫ്രഷ് ആയിട്ട് എവിടെയാണോ ശുദ്ധമായ അന്തരീക്ഷം ഉള്ളത് അവിടെ ഇരുന്ന് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. ഒന്നുകിൽ പൂജാമുറിയോ അല്ലെങ്കിൽ ഓപ്പൺ ടെറസോ, വളരെ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം. ഡെയിലി ഒരേ സ്ഥലത്തിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അതിരാവിലെ പൂജാമുറി ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. പക്ഷെ നമ്മൾ കിടന്നുറങ്ങുന്ന സ്ഥലത്ത് മാത്രമേ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യരുത്. കാരണം അവിടെ ഉറക്കത്തിന്റെ വൈബ്രേഷൻ ആയിരിക്കും. അവിടെ ഇരുന്ന് നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോവും. അപ്പം അതുകൊണ്ട് നമുക്ക് രാവിലെ ഉണർന്നെഴുന്നേറ്റ് ഈശ്വരനെ ഓർമ്മിക്കാൻ ഒരു സ്ഥലം ഫിക്സ് ചെയ്ത് വെക്കുക. ഡെയിലി അതേ സ്ഥലത്തിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. സായം സന്ധ്യയിൽ വൈകുന്നേര സമയത്ത് മെഡിറ്റേറ്റ് ചെയ്യണമെങ്കിൽ അതേ സ്ഥലത്ത് പോയിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓപ്പൺ ടെറസ് നമുക്കുണ്ടെങ്കിൽ അവിടെ വേണമെങ്കിൽ ഇരിക്കാം. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? മനസ്സിനെ ശ്രേഷ്ഠ ചിന്തകളിലൂടെ കൊണ്ടുപോവുക. അപ്പൊ ആ ശ്രേഷ്ഠ ചിന്ത ആത്മാവിലുണ്ടാകണം, മനസ്സിലുണ്ടാകാൻ നമ്മുടെ ശരീരത്തിന്റെ ക്ലീനിങ്, ശുദ്ധി വേണം. രാവിലെ എഴുന്നേറ്റ് ഒന്നുകിൽ അമൃതവേളയ്ക്ക് മെഡിറ്റേഷന് മുമ്പ് കുളിക്കുക, അല്ലെങ്കിൽ മെഡിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം ആദ്യം കുളിച്ച് നമ്മൾ ഫ്രഷ് ഡ്രസ്സെല്ലാം ഇട്ടതിന് ശേഷം പിന്നെ വേണം നമ്മുടെ കർമ്മക്ഷേത്രത്തിലെ കാര്യവ്യവഹാരങ്ങൾ ആരംഭിക്കാൻ. ഏത് ജോലിയാണെങ്കിലും ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ എന്ത് ജോലി നമുക്ക്, ഈവൻ അടുക്കളയിൽ നിന്ന് അതിരാവിലെ ആരംഭിച്ച് നമ്മൾ ഓഫീസ് എത്തും വരയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിലും രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് വേണം എല്ലാ ജോലികളും ആരംഭിക്കാൻ. ഇന്ന് കൂടുതൽ എല്ലാവരും എന്താ ചെയ്യുക? രാവിലെ എഴുന്നേറ്റ് ബാക്കിയെല്ലാം കുറെ പണികൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുളിക്കും. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. പക്ഷെ അത് നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യത്തിന് ഉണർന്നെഴുന്നേറ്റ് സൂര്യോദയത്തിന് മുമ്പ് നമ്മൾ കുളിക്കണം. അതാണ് ഫിസിക്കൽ ഹെൽത്തിന്റെ ആധാരം. രാവിലെ എഴുന്നേറ്റ് കുളിക്കണം. ഇനി വൈകുന്നേരം വരെ ജോലി ചെയ്ത് ക്ഷീണിച്ച് വൈകിട്ട് വരുമ്പോൾ ഒന്നും കൂടി കുളിക്കണമെങ്കിൽ കുളിക്കണം. നല്ല കാര്യമാണ്. 2 നേരം കുളിക്കുന്നത് വളരെ ഫ്രഷാണ്. ഫ്രഷ് ആകാൻ നമ്മളെ സഹായിക്കും, അല്ലേ? അപ്പൊ വൈകുന്നേരം ഒന്നുകൂടെ കുളിച്ചോളൂ. പക്ഷെ രാവിലെ എഴുന്നേറ്റ് ആദ്യം കുളിക്കാതെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഒരിക്കലും പാടില്ല. അത് അൺഹെൽത്തി ലൈഫിലേക്ക് കൊണ്ടുപോകും. അതിരാവിലെ എഴുന്നേൽക്കുന്നതും ഹെൽത്തി ആക്കും. അതേപോലെ അതിരാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം കുളിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം. അത് നമ്മുടെ ശരീരശുദ്ധിയുടെ ഭാഗമാണ്. ഒപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ലാട്രിൻ പോവുകയാണെങ്കിൽ, ലാട്രിൻ പോകുന്നെങ്കിൽ ലാട്രിൻ പോയതിനു ശേഷം നമ്മൾ എപ്പോഴും മേല് കഴുകണം.
എന്നാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ടെന്നാൽ ഹൈജീനിക് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ നമ്മളുടെ ശരീരത്തിൽ നിന്ന് ലാട്രിനിൽ പോകുമ്പോൾ നമ്മളിൽ നിന്നുണ്ടാകുന്ന ആ വിസർജ്യങ്ങൾക്കൊപ്പം ശരീരത്തിൽ നിന്ന് ധാരാളം അണുക്കളും പുറത്തേക്ക് പോകും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം എത്ര അണുക്കൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ വിസർജ്യങ്ങൾക്കൊപ്പം പോകണോ, അപ്പം ആ സമയത്ത് നമ്മൾ സോപ്പ് ഉപയോഗിച്ച് നമ്മളുടെ ശരീരത്തെ ക്ലീൻ ചെയ്യാതിരുന്നാൽ ആ അണുക്കളുടെ ആ അണുബാധ നമ്മുടെ ശാരീരിക അവയവങ്ങളെ പലപ്പോഴും ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ശരീരത്തിൻ്റെ ഹെൽത്ത് വെച്ച് നമ്മൾ നോക്കിയാലും അതേപോലെ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു യോഗിക് ലൈഫ് സ്റ്റൈലിലും ശുദ്ധമായ ഒരു ജീവിതത്തിൽ എപ്പോഴും ഇത് നമ്മൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഹൈജീനിക് ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണത്. എപ്പോൾ നമ്മൾ രാവിലെ കുളി കഴിച്ചു നമ്മൾ എങ്കിലും അതിനുശേഷം വീണ്ടും നമ്മൾ ഒന്നും കൂടെ ലാട്രിനിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തല കുളിച്ചില്ലെങ്കിൽ പോലും മേല് കുളിക്കണം. സോപ്പ് തേച്ച് നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴുകേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ്. കുളിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് ശരീരത്തിൻ്റെ ശുദ്ധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇതിൽ നമുക്ക് അറ്റൻഷൻ എപ്പോഴും ഉണ്ടെങ്കിൽ അത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം നിലനിർത്തുന്നതിൽ നമ്മളെ സഹായിക്കും. ശരീരശുദ്ധിക്കൊപ്പം തന്നെ നമുക്ക് മറ്റൊന്ന് നമ്മുടെ വസ്ത്രധാരണ കാര്യത്തിൽ നമുക്ക് വളരെ ശ്രദ്ധ വേണം. വസ്ത്രം എന്തിനാ നമ്മൾ ഉപയോഗിക്കണേ? വസ്ത്രത്തിന്റെ ലക്ഷ്യം എന്താണ്? ശരീരത്തെ മറയ്ക്കാൻ അല്ലേ? അപ്പൊ നമ്മൾ ധരിക്കുന്ന വസ്ത്രം നമ്മുടെ ശരീരത്തെ മറയ്ക്കുന്ന ധർമ്മം ചെയ്യണം. പക്ഷെ ഇന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ കാലഘട്ടത്തിൽ വസ്ത്രധാരണത്തിന്റെ രീതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആൺകുട്ടികൾ ഇടുന്ന ഡ്രസ്സ് പെൺകുട്ടികൾ, പെൺകുട്ടികൾ ഇടുന്ന ഡ്രസ്സ് ആൺകുട്ടികൾ. ഇതാണ് നമുക്കിന്ന് ഫാഷൻ, നമ്മുടെ സ്റ്റൈല് അല്ലേ? അതേപോലെ എത്രത്തോളം ശരീരത്തെ മറയ്ക്കാത്ത രീതിയിൽ വസ്ത്രധാരണം ചെയ്യാമോ അതാണ് നമുക്കിന്ന് സ്റ്റൈല്. പക്ഷേ അതിൻ്റെ തിക്തഫലവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എത്രത്തോളം ശരീരത്തെ പ്രദർശിപ്പിക്കാനുള്ള വ്യഗ്രത നമ്മൾ കാട്ടണോ അതിനനുസരിച്ച് വസ്ത്രധാരണം ചെയ്യുന്ന വസ്ത്രങ്ങൾ തുന്നുന്നതും ആ രീതിയിലാക്കുന്നത് കാരണം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണേ? എത്രത്തോളം ശരീരത്തിന്റെ ഷോയ്ക്ക് നമ്മൾ ശ്രമിക്കുന്നോ അത്രത്തോളം വളരെ കൂടുതൽ പ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരിക. മറ്റുള്ളവരുടെ ദൃഷ്ടി നമ്മളുടെ ശാരീരിക അവയവങ്ങളിലേക്ക് പോകും തോറും ശരീരത്തിനോടുള്ള ആകർഷണം കൂടുക. ശരീരത്തിനോടുള്ള ആകർഷണം വരുന്നത് കാരണം കാമവികാരം എമർജി ആകുക. കാമവികാരം പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ ക്രോധം വരിക. ക്രോധം വന്നതിന് ശേഷം പിന്നെ വീണ്ടും ആ ക്രോധി എന്തെല്ലാം അനിഷ്ട കർമ്മങ്ങളാ ചെയ്യണം. സ്കൂൾ കോളേജ് തലങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് ചെറുപ്പക്കാരുടെ ഇടയിലാണ് ഇതെല്ലാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിരുന്നത്. പക്ഷെ ഇന്ന് വിവാഹശേഷവും കുടുംബസ്ഥർക്കിടയിലും നമ്മളിത് കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു റോയൽ പേഴ്സണാലിറ്റി നിങ്ങൾ നോക്കിക്കോളൂ. റോയൽ പേഴ്സണാലിറ്റി വസ്ത്രധാരണ റോയലായിട്ടായിരിക്കണം. എക്സിക്യൂട്ടീവ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഫുൾ കൈ ഷർട്ട് ഇട്ട് അതിൻ്റെ മേലെ ഓവർ കോട്ട് ഇട്ട് അല്ലേ, പാൻറ് ഷർട്ട്, ഇത്രയും ആ രീതിയിലുള്ള മര്യാദപൂർവമായ വസ്ത്രധാരണ. അതാണ് റോയൽറ്റി. ആ റോയൽറ്റി നമുക്ക് വരണം. സിംപ്ലിസിറ്റിയിൽ റോയൽറ്റി, അതാണ് നമ്മുടെ വസ്ത്രധാരണത്തിൽ ഉണ്ടായിരിക്കേണ്ട പ്രത്യേകത. സിമ്പിളായിരിക്കണം. ഇത്രയും വില കൂടിയ വസ്ത്രങ്ങൾ നമുക്ക് ധരിക്കണം എന്നില്ല. ഓരോ ദിവസവും ഓരോ സെറ്റ് ഡ്രസ്സ് പുതിയത് വാങ്ങി ധരിക്കണം എന്നല്ല. 2 സെറ്റേ ഉള്ളെങ്കിലും കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കുക. അതുപോലെ നമ്മൾ റോയലായിട്ട് വസ്ത്രധാരണം ചെയ്യുക. നമ്മുടെ ശരീരത്തിലേക്ക് മറ്റുള്ളവരുടെ അറ്റൻഷൻ വരരുത്. ആ ഒരു ഒതുക്കം, ആ ഒരു മര്യാദാപൂർവമായ വസ്ത്രധാരണ രീതി നമ്മുടെ ഇന്ന് ലോകം നേരിടുന്ന, സമൂഹം നേരിടുന്ന അനവധി പ്രശ്നങ്ങൾക്കൊരു വലിയ സൊല്യൂഷനാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം പെൺകുട്ടികളുടെ ഇടയിൽ ഇത് നമ്മളെല്ലാവരും, പെൺകുട്ടികളെന്നല്ല സ്ത്രീകളുടെ ഇടയിൽ ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ നമ്മൾ വെച്ചാൽ ഒരു പരിധി വരയ്ക്കും പല പ്രശ്നങ്ങളും പുരുഷന്മാരുടെ ഇടയിൽ, സ്ത്രീ പുരുഷ പ്രശ്നങ്ങൾ പലതും നമുക്ക് സോൾവ് ചെയ്യാൻ ഒരു പരിധിവരെ നമുക്ക് കഴിയും. കുറച്ച് അറ്റൻഷൻ നമുക്ക് നമ്മുടെ മേലെ വേണമെന്ന് മാത്രം, നമ്മുടെ വസ്ത്രധാരണത്തിൽ വേണം. ഈവൻ മാതാപിതാക്കൾക്ക് ശ്രദ്ധ വേണം. എൻ്റെ കുട്ടികൾക്ക് എങ്ങനെയുള്ള വസ്ത്രം വാങ്ങിക്കൊടുക്കണം, കുട്ടികൾ എന്ത് പറയണോ, ടി വിയിൽ എന്ത് സ്റ്റൈല് കാണുന്നോ, എന്ത് ഫാഷൻ കാണുന്നോ, അല്ലെങ്കിൽ സിനിമയിൽ കാണുന്നോ അത് തന്നെ നമ്മൾ ധരിക്കണം എന്നില്ല. നമുക്കൊരു വിവേകം ഇല്ലേ? എന്താരൊക്കെ ചെയ്യുന്നോ അത് തന്നെ ഞാൻ കണ്ടിട്ട് അനുകരിക്കുക. അപ്പം നമ്മൾ ബുദ്ധിശൂന്യരാണ്, നമ്മൾ വിവേകശൂന്യർ. നമുക്ക് ചിന്താശക്തി ഇല്ലേ? എന്ത് ചിത്രത്തിൽ കാണുന്നോ, ടി വിയിൽ കാണുന്നോ, സിനിമയിൽ കാണുന്നോ അത് സിനിമയാണ്, അല്ലെങ്കിൽ ടി വിയിൽ കാണുന്ന ദൃശ്യങ്ങൾ മാത്രം. പക്ഷെ ഇതെന്റെ പ്രാക്ടിക്കൽ ലൈഫാണ്.
എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ ഞാൻ ജീവിക്കുന്ന സാഹചര്യവും എൻ്റെ ജീവിത ശൈലി എങ്ങനെയായിരിക്കണം, എൻ്റെ വസ്ത്രധാരണ എങ്ങനെയായിരിക്കണം, അതിൽ നമുക്കൊരു അറ്റൻഷൻ വേണ്ടേ? നമ്മുടെ വിവേകം നമ്മുടെ പ്രവർത്തിക്കണ്ടേ? എങ്ങനെയുള്ള മര്യാദാപൂർവമായ വസ്ത്രം ഞാൻ ധരിക്കണം? അല്ലാതെ മറ്റുള്ളവർ ചെയ്യണം കണ്ടിട്ട് അന്ധമായിട്ട് അതിനെ അനുകരിക്കുകയാണോ വിവേകം? അത് വിവേകശൂന്യതയാണ്, അന്ധമായ അനുകരണം. മര്യാദാപൂർവ്വം വസ്ത്രം ധരിച്ചു നോക്കൂ. വളരെ സിമ്പിളായിട്ടുള്ള വസ്ത്രധാരണത്തിൽ എത്ര റോയൽറ്റിയാണ്, എത്ര ആകർഷണമാണ്. മറ്റുള്ളവർ യഥാർത്ഥ ആകർഷണീയമായിട്ടുള്ള സൗന്ദര്യം സിംപ്ലിസിറ്റിയിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെയുള്ള വസ്ത്രം വാങ്ങിക്കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ മാതാപിതാക്കൾക്കും അറ്റൻഷൻ വേണം. തീർച്ചയായിട്ടും കുടുംബത്തിലുള്ളവർ ആ കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ കോളേജിൽ പോകുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് അവരുടെ ജീവിതത്തിൻ്റെ സേഫ്റ്റി വസ്ത്രധാരണത്തിലും തീർച്ചയായിട്ടും ഉണ്ട്. ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ വളരെയധികം കാര്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് പല കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, അന്ധമായ അനുകരണത്തിലേക്ക് പോവുക. അല്ലെങ്കിൽ കുട്ടികൾ എന്ത് പറയണോ അതെല്ലാം നമ്മൾ ചെയ്യുക. കുട്ടികൾക്കും ആദ്യം നമ്മൾ പറയില്ലേ, നമ്മുടെ അച്ഛനമ്മമാര് ഈ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ വെച്ചാൽ തീർച്ചയായിട്ടും കുട്ടികളുടെ മനോഭാവത്തിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയും. കാരണം മക്കള് ചില വീടുകളിൽ പറയില്ല, അച്ഛനും അമ്മ എന്ത് പറയണോ അതിനനുസരിച്ച് കുട്ടിക്കാലം മുതലേ ഒരു ചിട്ടയോട് കൂടിയ ലൈഫ് സ്റ്റൈലിലേക്ക് വരും കുട്ടികളും. പക്ഷെ ഇന്ന് അച്ഛനമ്മമാർക്ക് കുട്ടികളെ ശ്രദ്ധിക്കാൻ എവിടെ സമയം? അവരെന്ത് പറയണോ വാങ്ങിക്കൊടുക്കുക. അത് മാത്രം, അതല്ല സ്നേഹം, അതല്ല കുട്ടികളോടുള്ള സ്നേഹം. അവരോടുള്ള സ്നേഹത്തിൽ ഈ കാര്യങ്ങളിലെല്ലാം നമുക്ക് ശ്രദ്ധ വേണം. അതുകൊണ്ട് വസ്ത്രധാരണ കാര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം ശ്രദ്ധ വയ്ക്കണം. അതിലൂടെ ധാരാളം പ്രോബ്ലംസിന് നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും. വസ്ത്രശുദ്ധിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്.